ഇവനാണ് റിയോ. എൻ്റെ ഡി പിയിൽ കാണുന്ന ആ പേർഷ്യൻ ക്യാറ്റ് ഇവനാണ്. ഇവനിപ്പോൾ 10 മാസം പ്രായമുണ്ട്. ഇവനെ നമ്മൾ ഇതുവരെ മുടി വെട്ടിച്ചിട്ടില്ല. സോ ഇന്നൊന്ന് കുളിപ്പിക്കാനും മുടി വെട്ടിക്കാനുമായിട്ട് ബാർക്കോഡിലേക്ക് പോവുകയാണ്. ആളിപ്പോഴും എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ദാ ചാടി ഓടി വെളിയിലോട്ട് ഒറ്റ പോക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. ആദ്യം അവർ പിന്നെ നെയിൽസ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ വാഷ് ചെയ്യാൻ തുടങ്ങി. വാഷിങ്ങിൻ്റെ ഇടയിൽ അവൻ കിടന്ന് വിളിച്ച വിളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഏരിയയിലുള്ളവരെല്ലാവരും ഞെട്ടി. അമ്മാതിരി വിളിയാണ് വിളിച്ചത്. എന്നിട്ട് ഇപ്പോൾ പാവത്തെ പോലെ ഇരിക്കുന്നുണ്ടിട്ട് അടുത്ത് അവൻ്റെ മുടി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അവനിങ്ങനെ പിടിച്ചു വെച്ച് വളരെ കെയർഫുൾ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. കുറച്ച് പിടിച്ചു വെച്ചില്ലെങ്കിൽ അവൻ ഇരിക്കത്തില്ല. പൂച്ചയാണല്ലോ, പൂച്ചയുടെ സ്വഭാവം അറിയാമല്ലോ, അതങ്ങനെ ആയിരിക്കും. അപ്പം ഇവനിങ്ങനെ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്യണം. മൊത്തത്തിലൊരു 2 മണിക്കൂർ അവനെ കുളിപ്പിക്കുകയും ഈ ഹെയർ കട്ടും എല്ലാം കൂടെ ഒരു 2 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു. അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സൈഡിൽ വേറൊരു ചൗ നിൽക്കുന്നു. എന്ത് ഡീസൻ്റ് ആയിട്ടാണ് പയ്യൻ നിൽക്കുന്നു. വേറൊരു കൂട്ടി നോക്കിയപ്പോൾ ഡബിൾ കളർ കണ്ണുള്ള ഒരു പൂച്ച കിടക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു വെള്ള പൂച്ച ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന പോലെ നിന്ന് അതുകൊണ്ട് അധികം അടുത്ത് പോകാൻ നിന്നില്ല. അവരവരുടെ വഴിക്ക് വിട്ടു. അപ്പോഴേക്കും ഇവിടെ ചെക്കനെ ക്ലീനിങ് കഴിഞ്ഞ് ഇയർ ക്ലീനിങ് ആയിട്ട് നമ്മളങ്ങ് പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്നപ്പോൾ ഒട്ടുക്കത്തെ പിണക്കം. എന്തൊക്കെ പറഞ്ഞിട്ടും മൈൻഡില്ല. പിണക്കം മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ട്രീറ്റ് കൊടുത്ത് നോക്കിയായിരുന്നു. എങ്ങനെയെങ്കിലും ആ മുടി പോയതിൻ്റെ വിഷമമൊക്കെ മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന്. ചെക്കൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ആ കണ്ണും ആ മുഖഭാവവും കണ്ടറിയാൻ എനിക്കിട്ടെന്തോ പണിയാനുള്ള പരിപാടിയാണ്. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഗൈസ്.